മാധ്യമപ്രവർത്തനം എങ്ങനെ ആകണമെന്നതിന് ഞങ്ങളുടെയൊക്കെ യുവത്വം കണ്ട ഏറ്റവും നല്ല മോഡലിൽ ഒരാൾ മാതൃഭൂമിയുടെ റിപ്പോർട്ടറായിരുന്ന ജയചന്ദ്രനായിരുന്നു. ജയചന്ദ്രനോടൊരിക്കൽ ഒരു മാധ്യമപ്രവർത്തകന്റെ കടമ എന്താണെന്ന് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. ജയചന്ദ്രൻ അതിന് പറഞ്ഞ മറുപടി, ഭോപ്പാലിൽ വിഷവാതക ദുരന്തമുണ്ടായപ്പോൾ ആ ഭോപ്പാലിലെ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന ഹരീഷ് ദൂർവയുടെ കഥയാണ്. വിഷവാതകം ശ്വസിച്ച് ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോൾ അനിവാര്യമായ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ നിൽക്കാതെ ഈ മനുഷ്യൻ ചെയ്തത് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള റെയിൽവേ സ്റ്റേഷനുകളിലേക്ക്, ഝാൻസിയിലേക്കും ഇറ്റാർസിയിലേക്കും ഫോൺ ചെയ്ത് അവിടെ നിന്ന് വരുന്ന തീവണ്ടികളെ ഡീറൂട്ട് ചെയ്ത് വിടുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് 10,000-കണക്കിന് ആളുകളാണ് രക്ഷപ്പെട്ടത്. പിറ്റേ ദിവസം രാവിലെ രക്ഷാപ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ടെലിഫോൺ റിസീവർ ചെവിയിൽ വെച്ച രീതിയിൽ തന്റെ കസേരയിൽ മരിച്ചിരിക്കുന്ന മനുഷ്യനെയാണ് കാണുന്നത്. വൃക്ഷമൂലത്തിൽ കവി ചത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. ആ മനുഷ്യൻ കാണിച്ച ആത്മാർപ്പണമാണ് ഒരു മാധ്യമപ്രവർത്തകൻ സമൂഹത്തോട് കാണിക്കേണ്ടത് എന്നതായിരുന്നു ജയചന്ദ്രന്റെ മറുപടി എന്ന് പറയുന്നത്. സ്വയം ഒരു അടിമത്തൊഴിലാളിയായി നിന്നുകൊണ്ട് അടിമകളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ശബ്ദങ്ങളെ, അവരുടെ കഥകളെ മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒളിച്ചു കടത്തിയ മനുഷ്യനായിരുന്നു ജയചന്ദ്രൻ. ഒളിച്ചു കടത്തുക എന്നുള്ള പ്രയോഗം സക്കറിയുടേത്. ഒളിച്ചു കടത്താനേ പറ്റൂ. കാരണം മാധ്യമങ്ങൾ ഒരിക്കലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ താല്പര്യത്തിന് നിൽക്കില്ല എന്ന്. കാരണം മാധ്യമങ്ങൾ നടത്തുന്നത് കോർപ്പറേറ്റുകളാണ് എന്നല്ല, മാധ്യമങ്ങൾ തന്നെ ഒരു കോർപ്പറേറ്റ് പക്ഷം പേറുന്ന ആളുകളാണെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഒളിച്ചു കടത്താനേ പറ്റുള്ളൂ.